എന്റെ തുമ്പി തുള്ളാൻ എന്തേ പോരാത്തു അന്തിച്ചൊപ്പിൻ പൊന്നും മിന്നും പോരാഞ്ഞു മേലിക്കാവിൽ കാറ്റിൻ താളം പോരാഞ്ഞോ വേലിൻ പൂരം കാണാൻ ഞാനും പോരാഞ്ഞു കൊടിയേറി കോവിൽ മുറ്റത്ത് വാഗപ്പൂ കൊമ്പിന്നേ ദൂരെ 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 പാറും വാനം പാടി ഒരു കാടിൻ തേങ്ങൽ കേൾക്കുന്നേ പാലരുവീനിൽ പാദസരങ്ങൾ പാടുമ്പോൾ പാലുര ചിന്നി പൂമണി ചിന്നിയാടുമ്പോ പൂക്കളമിട്ടെ പൂക്കുല തുള്ളുന്നാരോ ഈ കളിവട്ടത്തിത്തിരി നേരമിരുന്നോട്ടെ ഒരു ഇളം പൂവിൻ കവിളിൽ മെല്ലെ തഴുകി പാടട്ടെ മലയുടെ തിരുമുടി അഴകുകൾ നിറകത് മലരുകൾ അണിയുകയായി ഇനി നീലാകാശം നീലെ നിറയട്ടെ നിൻഗാനം ചോളം പൂക്കും പാടം കോട്ടല്ലോ ചോഴിപ്പെണ്ണിൻ മാറിൽ സാത്താൻ മുത്താരം ദൂരെ 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 പാറും മാനം പാടി ഒരു കാടിൻ തേങ്ങൽ കേൾക്കുന്നില്ലേ ശശി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്നറിയോ? വേറെ നല്ല സ്വയംഭം മൂശാരി ചെറുക്കന്മാരെ തേടി പിടിച്ച് കൂടെ പൊറുക്കും. അല്ലാന്താ? അതിന് ലക്ഷ്മി ഒന്നുകൂടെ ജനിക്കണം. ശശിന്റെ കൂടെ പൊറുക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പ കണ്ടോ ഞാൻ എന്താ ചെയ്യണമെന്ന്. നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടം? എത്രയ്ക്കും? ഇത്രയ്ക്ക്. എന്താടി ഇത്? മനുഷ്യന് വായ വെച്ച് തിന്നാണല്ലേ? ഇവിടെ ബാക്കിയുള്ളവരൊക്കെ കഴിച്ചതാണല്ലോ, നിനക്ക് മാത്രം എന്താ ഇപ്പൊ ഇത്ര? നീ എന്ത് ചെയ്യും? വേണ്ടെങ്കിൽ വെച്ചിട്ട് പോകിൻ. എടി ചിന്നമ്മോ, നിന്നെ കെട്ടിയാനെ വല്ല ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോ. അല്ല പിന്നെ ഇല്ലാത്ത കാശുണ്ടാക്കി കെട്ടിച്ചാച്ചിട്ട് വെറുതെ നിന്നെ കയ്യിൽ നിനക്കൊക്കെ സമാധാനാവല്ലോ. എന്താ മോളെ, എന്താ നിങ്ങൾ പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത്? വർഷം എത്രയായി ഞാനിവിടെ ആൺതുണയില്ലാതെ കഴിയുന്നു. നിങ്ങൾ എന്നെ എന്റെ മൂശാരിന്റെ അടുത്ത് ആക്കുകയില്ല, സമാധാനത്തിന് ഇവിടെ ഇരിക്കാനും സമ്മതിക്കില്ല. ഞാൻ ചാകും, കണ്ടോ? ഒരു ദിവസം ഞാൻ ചാകും. എടി, നീ ഇത് കുറെ നാളായാലും പറയാൻ തുടങ്ങിയിട്ട്. എടി, മനുഷ്യനായ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ഒന്ന് നടപ്പിലാക്കി തരാമോ? എന്നിട്ട് വേണം എനിക്ക് ചാവാൻ. ഒരു തന്തയുടെ മനസ്സിലിരിപ്പേ. പോട്ടെ മോളെ, സാരില്ല. നിങ്ങൾക്ക് വെറുതെ തോന്നിയതാവും. ഒരു തമ്മിൽ അങ്ങനൊന്നും ഉണ്ടാവില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാ കവളത്ത് മോറിൽ ഉമ്മച്ചിക്കണ കണ്ടത്. എന്റെ ഒരു തലേവര. ഈ ജന്മത്തൊരു കണ്ണാടി വാർത്തുണക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാ ഞാൻ. അങ്ങനെയാണെങ്കിൽ അത് വിധിയെന്ന് വിചാരിച്ച് സമാധാനിക്കായിരുന്നു. ഇത് കയ്യി കിട്ടിയില്ല നായപ്പോഴേക്കും ഈ മംഗലം നടന്ന ആശേരിച്ചക്കം കൂട്ടുപടിച്ച ഓന്റെ ആലയിൽ ഞാൻ മണ്ണരയ്ക്കാനും ഒലയൂതാനും നിൽക്കേണ്ടി വരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് പരമൂന് ഓനോട് പറഞ്ഞില്ല, പറയാൻ പോവുക.
ശശി, നീ ഇന്ന് എന്റെ കുടിയിൽ വന്നോ? വന്നു. എന്തിനാ? ആലയിൽ തീരെ മുമ്പിൽ കിടന്ന് കഷ്ടപ്പെട്ട് വളർന്ന എന്റെ കൊച്ചിനെ നീ എന്താണ് ഇവിടെ വാ. ഇനി എന്റെ കൊച്ചിനോട് മിണ്ടിന്നോ പറഞ്ഞോന്ന് കേട്ടാൽ കുത്തി കൊടലക്ക് ഞാൻ പറഞ്ഞേക്കാം. ഏട്ടനെയും ഞങ്ങളെയൊക്കെ വേദനിപ്പിച്ചിട്ട് ഇത് വേണോ മോളെ? മോളൊന്ന് ആലോചിച്ച് നോക്ക. എനിക്ക് ഏട്ടൻ ഇതിനെന്നെ കൊല്ലുവാണെ കൊന്നോട്ടെ, ഞാൻ ചത്തോളാം. മെല്ലെ പറയേ. ഇതൊന്നും ഏട്ടനോട് പറയാൻ നിക്കണ്ട. ഭ്രാന്ത് കയറി നിൽക്കുക. ഒന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞോളാം. പിന്നെ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചാ കുട്ടിക്ക് അങ്ങനെ ഒന്നുമില്ലാന്ന് പറഞ്ഞാ മതി. ശശിനെ ഒരുപാട് തല്ലിയോ എടുത്തി? എന്താ അവള് പറഞ്ഞേ? ഒന്നുമില്ല. അവര് വെറുതെ മിണ്ടിയെന്നും പറഞ്ഞേ ഉള്ളൂ. ഇനി ഇതിനെ ചോദിച്ച് വെറുതെ ആ കുട്ടിക്ക് വാശി ഉണ്ടാക്കരുത്. എന്റെ കുട്ടിയെ നേരത്തെ ഏട്ടനോട് പറഞ്ഞാ പോരായിരുന്നോ? നുണയും കൊതിയും പറഞ്ഞു നടക്കുന്ന നായിന്റെ മോനൊന്നും പെങ്കൊച്ചൊന്ന് കുടി വളരുന്നതിന്റെ ബേജാററിയില്ല. പടക്കത്തിന് തീ കൊടുത്തിട്ട് മടിവെച്ച് നടക്കുന്നതല്ലേ എപ്പോഴാ പൊട്ടണമെന്നറിയില്ല. എനിക്കറിയാം എന്റെ കുട്ടി അങ്ങനെ ഏട്ടന് ദണ്ണം കൊള്ളിച്ചിട്ടൊന്നും ചെയ്യില്ല എന്ന്. മോളെ, കേട്ടതൊക്കെ ശരിയാ. അവർ തമ്മിൽ ഇഷ്ടത്തിലാ. അവള് ശശിക്ക് വേണ്ടി ചാവാൻ പോലും മടിക്കില്ലത്ര. പിന്നെ നീ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ഇതറിയാണെങ്കിൽ പരമേട്ടൻ ആ ആശാരിച്ചക്കനെ കാണിച്ചതിനപ്പുറവും കാണിക്കാൻ മടിക്കില്ല. എപ്പോഴായാലും അവൻ അറിയില്ലേ? ഇപ്പൊ പറയണ്ടെന്നാ ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത്. എടാ, നീ അറിഞ്ഞോ? ഒക്കെ വെറുതെയാ. എന്റെ കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല. അവൻ മണത്ത് വെറുതെ പിന്നാലെ നടക്കുന്നേ ഉള്ളൂ എന്നവൾ പറഞ്ഞു. ജഗദമ്മയോട് പറഞ്ഞു. അപ്പോഴത്തെ മൂച്ചിന് ഞാൻ ചോദിച്ച ഇടങ്ങേറാമെന്ന് പറഞ്ഞ് അമ്മാമ്മ എന്നെ കൊണ്ട് ചോദിപ്പിച്ചില്ല. അവന്റെ മനസ്സിൽ അങ്ങനെ പൂതി കാണും. പക്ഷെ എന്റെ കുട്ടി എനിക്ക് കിട്ടില്ല. ആ ചെക്കനെ കാലത്ത് ഞാൻ ആശുപത്രിയിൽ പോയി കണ്ടു. അവനും മറക്കാനും ഒഴിയാനും ഒന്നും തയ്യാറല്ല. പഴയ കാലമൊന്നുമല്ല. ഞാൻ ആലോചിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളായിട്ട് എന്തിനാ എതിര് പറയാൻ പോണത്? അവൻ ദേവാംശമുള്ളവനാ. ജാതിയിലവൻ മൂശാരി അല്ലെങ്കിലും വിശ്വകർമ്മ തന്നെയല്ലേ. ആലയെ നിർത്തി പണി പഠിപ്പിക്കണം. കണ്ണാടിക്കൂട്ട് പഠിക്കാൻ അവനെ ആ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. കോങ്ങാട്ട് മുത്തപ്പന്റെ മോഹം അതാണെങ്കിൽ അങ്ങനെ ആട്ടെ.